Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്നലെ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സന്ധ്യാസമയം കർത്താവിൻ്റെ വചനവുമായി ഫേസ്ബുക്ക് ലൈവിലൂടെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രത്തിന് മുഖാന്തരമായി തീർന്ന പ്രാർത്ഥനാധ്വനി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ രാത്രിയിലും ദൈവവചനവുമായി ഈ ഓൺലൈനിലൂടെ കടന്നു വരുവാൻ കർത്താവ് അടിയനെയും ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാധ്വനി ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫേസ്ബുക്കിലൂടെ ദൈവവചനത്തിൻ്റെ കേന്ദ്രീകൃതമായ വിഷയങ്ങളെ ആസ്പദമാക്കി മാസം തോറും നടത്തപ്പെടുന്ന ഈ വചന കൂട്ടായ്മ, വചനഘോഷണം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീരുന്നു എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ ഓരോ മാസവും വ്യത്യസ്തമായ വിഷയങ്ങളെ ആസ്പദമാക്കി ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്യമത്തെ എത്രത്തോളം ദൈവം അനുഗ്രഹപ്രദമാക്കി തീർത്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കൂട്ടായ്മയെ പ്രാർത്ഥനാധ്വനി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തകരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മാസവും ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുന്നതായ വിഷയം ക്രൂശിതനായ ക്രിസ്തു എന്നുള്ള വിഷയമാണ്. അനേക ദൈവദാസന്മാരിലൂടെ അനുഗ്രഹീതമായ ദൈവിക വചനങ്ങളും അതിൻ്റെ ആഴങ്ങളിലുള്ള അർത്ഥങ്ങളും വചനത്തിൻ്റെ ഘനമേറിയ കാര്യങ്ങളുമൊക്കെ കേൾക്കുവാനും പഠിക്കുവാനും പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം സഹായിക്കുന്നല്ലോ. ഇന്ന് രാത്രിയിലും ക്രൂശിതനായ ക്രിസ്തു എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവം വചനത്തിൽ എനിക്ക് മനസ്സിലായ, ഞാൻ വായിച്ച് ധ്യാനിച്ചപ്പോൾ പഠിച്ചപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങൾ ദൈവമക്കളുമായി പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവെച്ച് എൻ്റെ വാക്കുകളെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും ശ്രദ്ധയും ഈ ലൈവിലേക്ക് ഞാൻ ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നു. നിങ്ങൾ ലൈവിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ കേൾക്കുക. കാരണം ഏറ്റവും അനുഗ്രഹമേറിയ ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള, ബൈബിളിലെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. ബൈബിളിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന ഒരു വിഷയം അല്ലെങ്കിൽ എന്ന ഒരു സംഭവം ഇല്ലെങ്കിൽ ഈ ബൈബിൾ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളിൽ നിന്നും ശൂന്യമായി പോകും. നമുക്കറിയാം, ബൈബിളിൻ്റെ ഏറ്റവും പരമവും പ്രാധാന്യവുമായ ഒരു വിഷയമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന എല്ലാവർക്കും അറിയാം, തർക്കങ്ങൾ ഈ ലോകത്തിൽ എപ്പോഴുമുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ പലവിധമായ ദുരുപദേശങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച്, യേശു ക്രൂശിക്കപ്പെട്ടു എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള പലവിധ ദുരുപദേശങ്ങൾ നമുക്ക് നൂറ്റാണ്ടുകളായി കാണാൻ കഴിയും. അപ്പോൾ തന്നെ നാസ്തികരും യുക്തിവാദികളും ഒക്കെ പറയുന്ന ഒരു വിഷയം, യേശു ക്രിസ്തു അങ്ങനെ ഒരു വ്യക്തി പോലും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നാണല്ലോ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. മറ്റു ചിലർ വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നത് യേശു ദൈവമായതുകൊണ്ട് യേശുവിനെ ക്രൂശിക്കാൻ കഴിയത്തില്ല, യേശുവിനെ മരിക്കാൻ കഴിയുകയില്ല. മാത്രമല്ല, യേശു എന്ന് പറയുന്ന ആ വ്യക്തിയെ ആരും ക്രൂശിച്ചിട്ടില്ല. മറ്റു ചിലർ പറയുന്നു യേശു ഹിമാലയ പർവ്വതങ്ങളിലൊക്കെ വന്നു, അവിടെ സന്യാസിയായി ജീവിച്ചു. അങ്ങനെ വ്യത്യസ്തമായ പല ചിന്താഗതികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തായ ബൈബിൾ പറയുന്നു, യേശു ഈ ഭൂമിയിൽ ജനിച്ചു, ഈ ഭൂമിയിൽ ജീവിച്ചു. 33.5 തിരുവയസ്സിൽ യേശു ജനങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വളരെ വ്യക്തവും അസന്നിഗ്ധവുമായി പ്രസ്താവിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിനോടനുബന്ധിച്ച അനേക ദൈവദാസന്മാരുടെ കഴിഞ്ഞ ദിനങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങൾ
ഈ വിഷയത്തെ ആസ്പദമായി അനേകർ നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ ചുരുക്കം ചില നിമിഷങ്ങൾ ഈ വിഷയത്തിൽ, ഇത് വലിയൊരു വിഷയമാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു സബ്ജക്റ്റാണ് യേശുവിൻ്റെ ക്രൂശീകരണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ പറയുവാൻ ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ പ്രധാന സവിശേഷതയും പ്രധാന സംഭവം എന്ന് പറയുന്നത് സഭ ഭൂമിയിൽ ഉടലെടുക്കുകയും അല്ലെങ്കിൽ ഉളവാകുകയും. എങ്ങനെയാണ് ഉളവാകുന്നത്? തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ ആത്മാവ് ഏകദേശം 120 പേർ കൂടിയിരുന്ന മാളിക മുറിയിലേക്ക് ഇറങ്ങി വന്ന് അവരെ ആത്മാവിൽ നിറയ്ക്കുകയും അവരന്നുവരെ പ്രാപിച്ചിട്ടില്ലാത്ത, പറഞ്ഞിട്ടില്ലാത്ത പലവിധ ഭാഷകളാൽ അവരെ നിറയ്ക്കുകയും ആ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ പ്രസ്താവിക്കുകയും ചെയ്തപ്പോൾ യെരൂശലേം ദേവാലയത്തിൽ ആരാധന അർപ്പിക്കുവാൻ, യാഗമർപ്പിക്കുവാൻ, അവിടുത്തെ പെരുന്നാളും ഉത്സവവും ആഘോഷിക്കുവാൻ കടന്നു വന്ന ജനങ്ങൾ, യഹൂദന്മാർ, ഇവരുടെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ സംഭവം ആ മാളികമുറിയിൽ നടക്കുന്നത് കണ്ട് അവർ ഓടിക്കൂടുകയും അവിടെ അവർ നിന്നുകൊണ്ട് അവർ പറയുന്നുണ്ട്, അവർ നമ്മുടെ ഭാഷകളിൽ പല ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു എന്ന് പറയുന്നു. ചിലർ പറയുന്നു അവർ വീഞ്ഞു കുടിച്ച് മത്തായിരിക്കുകയാണ്, അങ്ങനെ അവർ പുലമ്പുകയാണ്. അപ്പം അവർ പറയുന്നുണ്ട്, കുറച്ചു പേര് പറഞ്ഞു 12 മണി നേരമായതേ ഉള്ളൂ, ഇപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക? അങ്ങനെ ദൈവത്തിൻ്റെ സഭ ഉടലെടുക്കുന്നത് പരിശുദ്ധാത്മാവിനാകലാകിയാൽ ഭാഷണത്തോടെ സഭ അവിടെ ഉടലെടുക്കുകയും അതിനുശേഷം ഈ ഓടിക്കൂടിയ ജനത്തോട് അപ്പോസ്തലനായ പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ആദ്യമായി, അല്ലെങ്കിൽ സഭ എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ ആരംഭ പ്രസംഗം അവിടെ വെളിപ്പെടുകയാണ്. അത് പത്രോസ്, നമുക്കറിയാം, സാധാരണ ഒരു മനുഷ്യൻ, മുക്കുവനായ മനുഷ്യൻ, തൻ്റെ ജീവിതത്തിൽ പഠിപ്പില്ല, വിദ്യാഭ്യാസമില്ല, സമൂഹത്തിൽ വലിയ മാന്യതകളൊന്നുമില്ലാത്ത കേവലം സാധുവായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ പ്രവചന ശബ്ദവും പ്രവചന വാക്യങ്ങളും എടുത്തുദ്ധരിച്ച് കൂടി വന്ന ജനത്തോട് വിളിച്ചു പറയുന്ന അനേക കാര്യങ്ങൾ നമുക്കതിൻ്റെ മുകളിൽ തന്നെ കാണുവാൻ കഴിയും. അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും അത് പകരുമെന്ന് പറഞ്ഞ യോവേൽ പ്രവാചകന്റെ പ്രവചന വാക്യങ്ങൾ എടുത്ത് പ്രസംഗം തുടങ്ങി അവസാനം തൻ്റെ രക്ഷകനും അരുമനാഥനുമായ യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് പത്രോസ് പറയുകയാണ്. അതാണ് നമ്മുടെ ചിന്താ വിഷയം തന്നെ. നമ്മൾ വായിച്ചെടുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ നമ്മുടെ വിഷയം തന്നെ ക്രൂശിതനായ ക്രിസ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ലോകത്തിൽ പലവിധ ചിന്താഗതികളും പലതര ആശയങ്ങളും തത്വസംഹിതകളും ഒക്കെ ഉണ്ടെങ്കിലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ക്രൂശിതനായ ക്രിസ്തു എന്ന് പറയുന്നത് കേവലം ഒരു മിഥ്യ ഉപദേശമല്ല, അല്ലെങ്കിൽ കെട്ടുകഥയല്ല, ആരെങ്കിലും നിർമ്മിച്ച നിർമ്മിതമായ കഥയുമല്ല. ക്രൂശിതനായ ക്രിസ്തു എന്ന് പറയുന്ന സബ്ജക്റ്റ്, ആ വിഷയം, അത് ഈ ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതാണെന്ന് പത്രോസ് തൻ്റെ പ്രസംഗത്തിലൂടെ അടിവരയിട്ട് പറയുകയാണ്. നമുക്കറിയാം, AD എന്നും BC എന്നും കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചതുപോലും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണെങ്കിൽ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ ഒരു നിലയിൽ നിന്നാണ് ലോക ചരിത്രം പോലും രണ്ടായി തിരിഞ്ഞതെങ്കിൽ, ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ആരെങ്കിലും യേശുക്രിസ്തു ഒരു നിർമ്മിത ദൈവമാണെന്നോ ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നോ യേശുക്രിസ്തു ആരൊക്കെയോ പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു പുകമറയാണ്, അതല്ലാതെ സത്യമല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു വളരെ താഴ്മയോടെ പറയട്ടെ, ഇതൊരു കെട്ടുകഥയല്ല.
ആരെങ്കിലും നിർമ്മിച്ചതല്ല, ക്രിസ്ത്യാനികൾ പറഞ്ഞ് പരത്തിയതല്ല, യഹൂദന്മാർ അതെ പറഞ്ഞ് ലോകം മുഴുവൻ പരത്തിയതല്ല. ഇത് ലോകത്തിൽ സംഭവിച്ച അത് നിശ്ചയമായും നടന്ന ഒരു സംഭവത്തിൻ്റെ ബാക്കി പത്രമാണ്, ബാക്കി സംഭവങ്ങളാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്നതെന്ന കാര്യം വളരെ താഴ്മയോടുകൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥമായി ഓർപ്പിക്കട്ടെ. ക്രൂശിതനായ ക്രിസ്തു എന്നുള്ള വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ചില കാര്യങ്ങൾ. കാരണം ക്രൂശിതനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ ക്രൂശ് കൊണ്ട് അവസാനിച്ച ഒരു ക്രിസ്തു അല്ല. ക്രൂശിതനായ ക്രിസ്തുവിന് ശേഷം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അരിമത്യക്കാരനായ യോസഫ് തൻ്റെ ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ അടക്കുകയും 3-ാം നാൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നുള്ള പരമമായ ശക്തമായ സത്യം ഈ വൈകിയ സമയം ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർപ്പിക്കട്ടെ. ഈ ക്രൂശിതനായ ക്രിസ്തു എന്ന വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ ആരായിരുന്നു ക്രിസ്തു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ആരായിരുന്നു ക്രിസ്തു? പലവിധമായ ചിന്തകളുണ്ട്, പലവിധമായ വ്യാഖ്യാനങ്ങളുണ്ട്. അനേക തത്വചിന്തകന്മാരും അനേക മഹത് വ്യക്തികളും യേശു ക്രിസ്തു ആരായിരുന്നു ചോദിച്ചാൽ ഒരു നല്ല ഗുരുവായിരുന്നു. ആരായിരുന്നു ക്രിസ്തു? നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല ഒരു വ്യക്തിയായിരുന്നു, നല്ലൊരു യഹൂദനായിരുന്നു. യേശു ക്രിസ്തു മനുഷ്യർക്ക് നന്മ ചെയ്ത ഒരു നല്ല ശമരിയക്കാരനായിരുന്നു എന്നൊക്കെ പല നിലകളിൽ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലെ മഹത് വ്യക്തികൾ വിശ്വസിക്കുകയും അവർ യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും അതിനെ അവർ ലോകത്തിന് മുമ്പിൽ സധൈര്യം വിളിച്ചു പറയാൻ അവർ അത് ഒരു മടിയും കാണിക്കാതിരുന്ന മഹത് വ്യക്തികൾ അനേകരുണ്ട്. നമുക്കറിയാം, മഹാത്മാഗാന്ധി യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ ഏറ്റവും കൂടുതൽ ഉത്കൃഷ്ടനായി ആ പഠിപ്പിക്കലുകളെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ, സർമൺ ഓൺ ദ മൗണ്ട്, മലയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ അടുക്കൽ വന്നുകൂടിയ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത അതിപ്രഗത്ഭമായ ലോകത്തിൽ അതിനു മുമ്പോ അതിനുശേഷമോ ഇത്രയും മനോഹരമായ പ്രസംഗം ഉണ്ടായിട്ടില്ലെന്നാണ് ചില ചരിത്രകാരന്മാർ, ചില ചിന്തകന്മാർ പറയുന്നത്. അതിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ അസാധാരണമായിരുന്നു. കാരണം ഒരു നേതാവിനും, ഒരു മത നേതാവിനും, ഒരു ലോകത്തിലെ ഏറ്റവും ഉന്നതനായ തത്വചിന്തകൻ സോക്രട്ടീസ് ആകട്ടെ, പ്ലേറ്റോ ആകട്ടെ, അരിസ്റ്റോട്ടിൽ ആകട്ടെ, അല്ല ഇനിയും ലോകത്തിലെ ഏറ്റവും ഉന്നതനായ ജ്ഞാനീയന്മാർക്ക് പോലും, ഗുരുസ്ഥാനീയന്മാർക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത, അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത ആശയങ്ങളെ തൻ്റെ ശിഷ്യഗണത്തോട്, ശിഷ്യവൃന്ദത്തോട് പറഞ്ഞു കൊടുത്ത യേശു അവിടെ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ അത് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രഭാഷണങ്ങളൊക്കെ ഒത്തിരി സാമൂഹിക ചിന്തകന്മാരെ, സാമൂഹിക പരിവർത്തകരെ അത് സ്വാധീനിച്ചതായി അവരുടെ ആത്മകഥകളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പോലും ഈ പ്രഭാഷണങ്ങൾ വളരെ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മഹാത്മാഗാന്ധി തന്നെ തൻ്റെ ആത്മകഥയിൽ അത് എഴുതി ചേർത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ഒരു ഭാഗം മാത്രം ഞാൻ പറഞ്ഞു ജനിക്കാം. അത് ഒരു കർണത്തടിക്കുന്ന വ്യക്തിക്ക് മറുകരണം കൂടെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ ആ ഗിരിപ്രഭാഷണത്തിലെ വാചകം മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയിൽ ഇപ്രകാരം ഒരു സംഭവം കുറിച്ചിട്ട് അത് തൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത, പ്രായോഗികമാക്കിയ കാര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ മഹാത്മാഗാന്ധി ഇംഗ്ലണ്ടിൽ ആയിരിക്കുന്ന സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വെള്ളക്കാരിയായ ഒരു സ്ത്രീ, നമുക്കറിയാം അന്ന് വർണ്ണ വിവേചനമുള്ളതാണ്, കറുത്തവരും വെളുത്തവരും എന്നുള്ള വിവേചനം വളരെ ശക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗാന്ധിജിയെ ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വെള്ളക്കാരിയായ സ്ത്രീ തൻ്റെ കാലിലെ ചെരുപ്പെടുത്ത് തന്നെ മുഖത്തടിക്കുവാനിടയായി തുടങ്ങി. അടിച്ചപ്പോൾ ഗാന്ധിജി വളരെ സൗമ്യ സ്വരത്തോടുകൂടി ആ സ്ത്രീയോട് ചോദിച്ചു, അല്ലയോ ഭവതി, താങ്കളുടെ കൈകൾ വേദനിച്ചുവോ എന്ന് പറഞ്ഞാൽ അടിച്ച തൻ്റെ കൈകൾ വേദനിച്ചു, തനിക്ക് വേദനിച്ചില്ല, സഹോദരി താങ്കൾക്ക് വേദനിച്ചോ? അപ്പോൾ
ആ ഒരു മറുപടി, ആ ഒരു പ്രതികരണം ഗാന്ധിജിയിൽ ഉളവാക്കിയത് എന്തെന്ന് ചോദിച്ചാൽ ഗിരിപ്രഭാഷണത്തിലെ യേശുവിൻ്റെ ഈ വാക്കുകളാണ്. ഏത്? ഒരു കർണം അടിക്കുന്നവന് മറു കർണം കൂടെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ ഗാന്ധിജി അത്രമേൽ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ആരായിരുന്നു ക്രിസ്തു? ഗാന്ധിജിയുടെ ചിന്തയുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ നവോത്ഥാന നായകന്മാരെ രാജാറാം മോഹൻ റോയി, അതുപോലെ നമുക്കറിയാം സന്യാസി ശ്രേഷ്ഠനായിരുന്ന സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ തൻ്റെ പ്രഭാഷണത്തിൽ തന്നോട് ചോദിച്ച ഒരു വ്യക്തിയോട് ഇപ്രകാരം പറഞ്ഞു: യേശുക്രിസ്തുവിൻ്റെ കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കാൽ ഞാൻ എൻ്റെ കണ്ണുനീര് കൊണ്ടല്ല, എൻ്റെ രക്തം കൊണ്ട് ഞാൻ യേശുക്രിസ്തുവിൻ്റെ കാൽ കഴുകുമായിരുന്നു. അപ്പോൾ ആരായിരുന്നു ക്രിസ്തു എന്നുള്ളതിന് ലോകത്തിലെ പല വ്യക്തികൾക്കും അതേ പലവിധമായ ഉത്തരങ്ങളും പലവിധ ചിന്തകളും ആശയങ്ങളും ഉണ്ടായിരുന്നു. ചിലർ യേശുവിനെ നല്ല ഗുരുവായി കണ്ടിരുന്നു, യേശുവിനെ ഒരു നല്ല ശ്രേഷ്ഠ വ്യക്തിയായി കണ്ടിരുന്നു. എന്നാൽ പലരും യേശു ആരായിരുന്നു എന്നുള്ള അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ ഇന്നും യേശുവിനെ കാണാൻ ഉന്നതരായ വ്യക്തികൾക്ക്, ബുദ്ധിയുള്ളവർക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്, നഗ്നസത്യമാണ്. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ മുമ്പിൽ എന്നോടുകൂടെ ഈ ഓൺലൈനിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ഇനി കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ആരായിരുന്നു ക്രിസ്തു എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായ ആൻസർ നമുക്ക് നൽകുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിലാണ് അതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ അതിൻ്റെ വിശദീകരണം നൽകുന്നത്. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5, 6, 7 ഉള്ള 6, 7 വാക്യങ്ങളിൽ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുവാൻ കഴിയുന്നത് ആരായിരുന്നു ക്രിസ്തു. അതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ആരായിരുന്നു ക്രിസ്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 10, 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ. നമ്മളിവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആരാണ് ക്രിസ്തു? ആരായിരുന്നു ക്രിസ്തു? അവിടെ പൗലോസ് അതിൻ്റെ മറുപടി പറയുകയാണ്, ആൻസർ പറയുകയാണ്. ഈ യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി സാധാരണ ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഒരു നല്ല ഗുരു അല്ലെങ്കിൽ ജ്ഞാനവും അറിവുമുള്ള ഒരു ഗുരു മാത്രമല്ല. അദ്ദേഹം നല്ല അറിവുള്ള ഒരു ഗുരുവാണ്, നല്ല വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണ്. മനുഷ്യനാണ്. പക്ഷേ മനുഷ്യൻ മാത്രമല്ല, അതിനേക്കാളും മുകളിലാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു ക്രിസ്തു? ദൈവത്തിന്റെ രൂപത്തിലായിരുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഈക്വൽ വിത്ത് ഗോഡ്, ദൈവത്തിനൊപ്പം ദൈവത്തിന് സമനായിരുന്ന വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. എന്നാൽ യേശു ക്രിസ്തു എന്ത് ചെയ്തു? തൻ്റെ സമത്വം, ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഈ ഭൂമിയിലേക്ക് എങ്ങനെ ഇറങ്ങി വന്നു? നമുക്കറിയാം, ഒരു ദൈവത്തെ ബൈബിളിക്കൽ പോയിന്റിൽ ഒരിക്കലും ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ കഴിയുകയില്ല. ദൈവത്തെ ഒരിക്കലും ഒരാൾക്ക് കാണാൻ കഴിയില്ല എന്ന് ബൈബിൾ പറയുന്നു. ആരും കണ്ടിട്ടില്ല, ആർക്കും കാണാൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവത്തിന് മനുഷ്യനായി ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലെ ജനത്തിന് കാണത്തക്ക നിലയിൽ ഇറങ്ങി വരണമെങ്കിൽ മനുഷ്യനായി തന്നെ വരണം. അപ്പോൾ അവിടെ അതാണ് പറയുന്നത്, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. അവിടെയാണ് അപ്പൊ ആരായിരുന്നു ക്രിസ്തു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഒന്നാമത്തെ ആൻസർ, ആരായിരുന്നു ക്രിസ്തു? ദൈവരൂപത്തിൽ ആയിരുന്ന വ്യക്തിയാണ് ക്രിസ്തു. ആരായി മാറി ക്രിസ്തു? ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് വൈകിയ സമയം ഈ ലൈവിലൂടെ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളോട് പറയുകയാണ്, ആരായിരുന്നു ക്രിസ്തു?
ക്രിസ്തു ദൈവത്തിന് തുല്യനായിരുന്നു, ദൈവത്തിന് സമനായിരുന്നു. ദൈവത്തിന് എന്തെല്ലാം ക്വാളിറ്റിയും എന്തെല്ലാം ക്യാരക്ടറും ഉണ്ടായിരുന്നു, അതെല്ലാം ഉള്ള വ്യക്തിയായിരുന്നു ക്രിസ്തു, യേശു ക്രിസ്തു. എന്തിനു ഇനി അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കുമ്പോഴാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് യേശു ക്രൂശിക്കപ്പെടേണ്ടി വന്നു? ദൈവമായിരുന്ന ക്രിസ്തു എന്തുകൊണ്ട് ക്രൂശിക്കപ്പെടേണ്ടി വന്നു, അല്ലെങ്കിൽ ക്രൂശിതനായ ക്രിസ്തുവായി മാറേണ്ടി വന്നു? നമ്മുടെ ചിന്താവിഷയം അതാണ്. ക്രൂശിതനായ ക്രിസ്തു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ദൈവമായിരുന്ന, ദൈവത്തോട് സമനായിരുന്ന, ദൈവത്തിന്റെ എല്ലാ ആട്രിബ്യൂട്ട്സും എല്ലാ ഗുണഗണങ്ങളും ഉണ്ടായിരുന്ന ക്രിസ്തു എന്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക്, നമ്മൾ വായിച്ച വാക്യത്തിലെ പോലെ ദാസ രൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ എന്തുകൊണ്ടാണ് ക്രിസ്തുവിന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നത്? അതിന്റെ ചിന്ത നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ആദാമും ഹൗവയും, ഇതിൻ്റെയൊക്കെ വേദശാസ്ത്രമായ ആഴങ്ങൾ ശക്തമായി പറഞ്ഞ് പഠിപ്പിച്ച് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. അത് റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും അതേ ലേഖനങ്ങളിലൊക്കെ അപ്പോസ്തലനായ പൗലോസ് എന്തുകൊണ്ട് യേശു ക്രൂശിക്കപ്പെടേണ്ടി വന്നു എന്ന് വളരെ സവിസ്തരമായി തന്റെ ലേഖനങ്ങളിലൂടെ ആഴമേറിയ ദൈവശാസ്ത്ര ദർശനങ്ങൾ എഴുതി സഭയ്ക്ക് കൈമാറുവാൻ, ലോകത്തിന് കൈമാറുവാൻ ഇടയായിരുന്നു. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് ദൈവമായിരുന്ന, ദൈവത്തോട് സമനായിരുന്ന, അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കാൻ തൃത്വത്തോടെ, മൂന്ന് ദൈവമല്ല, ഏക ദൈവത്തിന്റെ ആളത്വങ്ങൾ മൂന്ന് വ്യക്തിത്വങ്ങളായി, മൂന്ന് രീതികളിൽ വസിക്കുന്ന ഒറ്റ ദൈവമായ ദൈവത്തോടു കൂടെയായിരുന്ന വചനം, നമ്മൾ പറഞ്ഞ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ സകല പ്രവർത്തികളിലും കൂടെ ഉണ്ടായിരുന്ന ക്രിസ്തു എന്തുകൊണ്ടാണ് ക്രൂശിക്കപ്പെടാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? എന്തുകൊണ്ടാണ് തന്നെ ക്രൂശിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തത്? അതിന്റെ ആൻസർ പറയുമ്പോൾ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ആദം ഹൗവ എന്ന് പറയുന്ന ഒരു കുടുംബത്തെ ഏദൻ തോട്ടമുണ്ടാക്കി, അല്ലെങ്കിൽ ഭൂമിയെ ഓർഡറാക്കി അതിനകത്ത് പാർക്കുവാനും വേല ചെയ്യാനും ആ തോട്ടത്തെ കാക്കുവാനും ആദം ഹൗവമാരെ ദമ്പതികളെ ദൈവം കുടുംബത്തെ അവിടെ ആക്കി വെച്ചു. പക്ഷേ നമുക്കറിയാം, അനുസരണക്കേട് ചെയ്ത പിശാച് എന്ന് പറയുന്ന ഒരു ദൂതൻ മുഖാന്തരം അവരും പാപത്തിൽ വീണുപോയി. പാപം ചെയ്തത് മുഖാന്തരം അവരെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും അതിനു പകരം അവിടെ ദൂതന്മാരെ കാവൽ ചെയ്യൊക്കെ നിർത്തിയത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ദൈവം, പിതാവായ ദൈവം, ഏക സത്യ ദൈവം ആദം ഹൗവമാരോട് അവരോട് പറയുകയാണ്, നിങ്ങളെ ഈ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച പാമ്പിന്റെ തല സ്ത്രീയുടെ സന്തതി തകർക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തെ, നമുക്കറിയാം ഏക കുടുംബത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന സകല കുടുംബങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടായതെന്ന് ബൈബിൾപരമായി നമ്മൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് കാണുന്ന എല്ലാ പാപങ്ങളുടെ തുടക്കവും ആ ഒരു കുടുംബത്തിൽ നിന്നായതുകൊണ്ട് അവരോട് ദൈവം തന്നെ ഇടപെടുകയാണ്. ഈ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, സ്ത്രീയുടെ സന്തതി ജനിച്ചേ പറ്റത്തുള്ളൂ, അവൻ പിശാചിന്റെ തല തകർക്കും എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ ആരാണോ ഈ ഭൂമിയിൽ തുടക്കമിട്ടത്, പ്രേരിപ്പിച്ചത്, ആ ഒരു ശക്തിയെ തകർക്കാൻ ഒരു വ്യക്തി ഈ ഭൂമിയിൽ സ്ത്രീയുടെ സന്തതിയായി, സ്ത്രീയുടെ മകനായി ജനിച്ചേ മതിയാകുള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടം, അന്ന് മുതൽ പിന്നീട് ഇങ്ങോട്ട് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ജനത്തിന്റെ വിടുതലിനായി താൽക്കാലികമായ മാത്രം ഒരു ക്രമീകരണം ദൈവം ചെയ്തു കൊടുക്കുകയും അങ്ങനെയാണ് ന്യായപ്രമാണങ്ങൾ, യാഗങ്ങൾ, മറ്റു ചില പെരുന്നാളുകൾ, ഉത്സവങ്ങളൊക്കെ ഈ ഭൂമിയിൽ യഹൂദന്മാർക്ക് നൽകുകയും അവരിലൂടെ മറ്റുള്ളവരിലേക്ക് വരികയും ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അത് തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ നമുക്കറിയാം, ദൈവവചനത്തിൽ പറയുന്നത് പോലെ കാലസമ്പൂർണതയായപ്പോൾ സ്ത്രീയുടെ സന്തതിയായി യേശു ജനിച്ചു. നമുക്കറിയാം, യേശു ജനിച്ചത് യോസഫിന്റെയും മറിയയുടെ ഒക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. മറിയയുടെ ഉദരത്തിൽ, കന്യകയായ മറിയയുടെ ഉദരത്തിൽ യേശു ജനിക്കുകയും യേശു
ഭൂമിയിൽ ജാതനാകുകയും ചെയ്തു. നമ്മൾ പറഞ്ഞ കാര്യം മറന്നു പോകരുത്. എന്തിനു വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെടാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? ദൈവമായിരുന്ന, ദൈവത്തോട് കൂടെയായിരുന്ന, അതായത് ദൂതന്മാർ ആരാധിച്ചു കൊണ്ടിരുന്ന യേശു എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു? കന്യകയായ പരിശുദ്ധയായ മറിയയുടെ ഉദരത്തിൽ ഉരുവായി, പരിശുദ്ധാത്മാവിനാൽ ഉരുവായി എന്ന് ചോദിച്ചാൽ, പാപത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടു പോയ, എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തിനു വേണ്ടി ആ മനുഷ്യവർഗത്തെ തിരിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഉള്ള ഒരു വഴിയായി തീരേണ്ടതിനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. എന്തിനു വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്? പാപത്താൽ വീണുപോയ, പാപത്താൽ സകല അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോയ, എല്ലായിടത്തും പരാജയപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നത്. യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ബൈബിളിൽ മത്തായി സുവിശേഷം, മർക്കോസ്, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം ഒക്കെ, അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ നമുക്ക് യേശു ചെയ്ത അത്ഭുതങ്ങളും യേശുവിന്റെ നാമത്തിൽ നടന്ന അത്ഭുതങ്ങളൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, സ്നേഹിത, എന്തിനു വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് ദൈവമായിരുന്ന, ദൈവത്തോട് കൂടെയായിരുന്ന, സ്വർഗത്തിൽ സകലവിധ മഹത്വവും അനുഭവിച്ചു കൊണ്ടിരുന്ന യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിതനായി തീർന്നതെന്ന് ചോദിച്ചാൽ, എന്നെയും നിങ്ങളെയും പാപത്തിന്റെ അഗാധതയിൽ നിന്ന്, പാപത്തിന്റെ അത് ഒരിക്കലും ഉയർന്നു വരാൻ കഴിയാത്ത ആ ചെളി സമാനമായ അനുഭവത്തിൽ നിന്ന് നമ്മെ ഉയർത്തി അനുഗ്രഹിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ അത്രേ യേശു ക്രിസ്തു ക്രൂശിതനായി തീരേണ്ടി വന്നത്. ഇന്ന് രാത്രി ഈ ലൈവിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, നിങ്ങൾ ഒരുപക്ഷെ വ്യത്യസ്തമായ വിശ്വാസങ്ങളിലോ വ്യത്യസ്തമായ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ സമാധാനമോ സന്തോഷമോ അനുഭവിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഈ വചനം, ഈ പ്രഭാഷണം കേൾക്കുന്നെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായി തീർന്ന, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളുടേതായ പ്രയാസങ്ങളെ നീക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിന് യഥാർത്ഥമായ ഒരു ലക്ഷ്യബോധം നൽകി തരുവാൻ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അതേത്രേ ക്രൂശിതനായ ക്രിസ്തു, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ തകർന്ന, ഭാരപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരു മാറ്റം ഉണ്ടാകുകയില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് യേശു ക്രിസ്തു, ദൈവമായിരുന്ന ക്രിസ്തു, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ദാസരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ഇറങ്ങി വന്ന് ക്രൂശിക്കപ്പെട്ടത്. അത് നിങ്ങൾക്കും വേണ്ടി കൂടിയാണ്, നിങ്ങളുടെ ജീവനും വേണ്ടിയാണ്, നിങ്ങൾക്ക് സമർത്ഥമായ അനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് മുമ്പ് മരിച്ചവർക്കും യേശുക്രിസ്തുവിന് കാലത്ത് ജീവിച്ചിരുന്നവർക്കും അതിനുശേഷം ഇനിയും ജീവിക്കാൻ ഇരിക്കുന്നവർക്കും വേണ്ടി കൂടിയാണ് യേശുക്രിസ്തു ക്രൂശ് മരണം അനുഭവിച്ചത് എന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട്, ആശ നഷ്ടപ്പെട്ട്, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥയിൽ പോകുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളോട് ദൈവവചനത്തിലൂടെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. അനേക പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്കൊരു ചിന്തയുണ്ടാകാം, അത് സത്യമാണോ? അത് യേശുവിനെ ഉയർത്താൻ വേണ്ടിയുള്ള ഒരു സാധാരണ ട്രിക്കാണോ? അല്ല, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന, ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. എനിക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. എന്തിനു വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്? നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ ശാപങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ. എന്ന് പറഞ്ഞാൽ ആദമും ഹവ്വയും ചെയ്ത അനുസരണക്കേടിനാൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും, ഇന്ന് ജനിക്കുന്നവരും നാളെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളും അവരെന്ത് ചെയ്യുന്നു? അവർ പാപത്തിൽ
അവർ ആയിരിക്കുന്നു. പാപത്തിലാണ് ജനിക്കുന്നത്. നമുക്കറിയാം, ഓരോ കുഞ്ഞുങ്ങൾ ജനിച്ച് വളർന്നു വരുമ്പോൾ അവരോട് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, അവരിലുള്ള അവരുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന പാപത്തിന്റെ ഒരു ശക്തിയാണ് അവരെ കൊണ്ട് തിന്മ ചെയ്യിക്കുന്നത്, അവരെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. നമ്മൾ എത്ര നന്നായി വളർത്തിയാലും ചില സാഹചര്യങ്ങളിൽ അവരെത്തപ്പെടുമ്പോൾ അവരറിയാതെ എന്ത് ചെയ്യുന്നു? പാപത്തിലേക്ക് വീഴുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന ആ പാപത്തിന്റെ ശക്തി, ആ പാപത്തിന്റെ ചിന്ത അവരെ എന്ത് ചെയ്യുന്നു? അവരെ പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിനൊരു വിടുതൽ ഉണ്ടാകുമോ? നമ്മൾ തന്നെ ചിന്തിക്കും. ചിലർ പറയാറുണ്ട്, എനിക്ക് ഇഷ്ടമില്ല, ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ, മദ്യപിക്കാൻ എനിക്കിഷ്ടമില്ല, മറ്റു തിന്മ ചെയ്യാൻ എനിക്കിഷ്ടമില്ല, പക്ഷേ ഞാൻ ഇഷ്ടമില്ലെങ്കിലും അത് ചെയ്തു പോകുന്നു. എന്തുകൊണ്ടാണ്? നമ്മിൽ വ്യാപരിക്കുന്ന ആ പാപത്തിന്റെ ശക്തിയാണ്. ഇന്ന് വൈകസമയം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു പക്ഷെ നല്ല മാന്യനായ വ്യക്തിയായിരിക്കാം, നല്ല മനുഷ്യരായിരിക്കാം, പക്ഷേ അറിയാത്ത തിന്മകൾ, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത തിന്മകൾ നിങ്ങളെ കാർന്ന് തിന്നുന്നെങ്കിൽ, നിങ്ങളോട് പോരാടുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പാപം എന്ന് പറയുന്ന പിശാചിന്റെ പ്രവൃത്തിയായ പാപം നിങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ വിടുതൽ നേടാൻ കഴിയും? അതിൽ നിന്ന് വിടുതൽ നേടുവാൻ കഴിയണമെങ്കിൽ, ആ വിടുതൽ നേടുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിതനായി ക്രൂശിൽ മരിപ്പാനിടയായി തീർന്നത്. ആ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, ആ യേശുവിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുമ്പോൾ, നിശ്ചയമായും നിങ്ങൾക്ക് ആ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാനിടയായിത്തീരും. എന്ന് രാത്രി എന്നെ കേൾക്കുന്ന ക്രൂശിതനായ ക്രിസ്തു, എന്തുകൊണ്ട് യേശു ക്രൂശിക്കപ്പെട്ടു? ഈ ലോകത്തിലെ സർവ്വലോകത്തിലെയും ജനങ്ങളുടെ വീണ്ടെടുപ്പിനായി യേശു ക്രൂശിക്കപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ പാപത്തിന്, നിങ്ങളുടെ ശാപത്തിന്, നമുക്കറിയാം വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള നമ്മൾ ചെയ്യുന്ന, എന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകുന്നില്ലെങ്കിൽ, ഇന്ന് രാത്രി ഈ കേൾക്കുന്ന ദൈവവചനത്തിലൂടെ നിങ്ങൾ വിശ്വസിക്കുക, യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്. ആ യേശുവിൽ ഞാൻ വിശ്വസിച്ചാൽ എനിക്കൊരു സമ്പൂർണമായ വിടുതൽ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു ചിന്തയും കൂടെ വേഗത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കാം. അങ്ങനെയാണെങ്കിൽ യേശു ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് എന്ത് ഫലമാണ്, എന്ത് അനുഗ്രഹമാണ് ഈ ഭൂമിയിൽ ഉണ്ടായത്? ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിൽ, ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ദൈവവചനം ഒത്തിരി കാര്യങ്ങൾ യേശുവിന്റെ ക്രൂശിതനായ ക്രിസ്തു, അല്ലെങ്കിൽ യേശു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യവർഗത്തിനുണ്ടായ എന്ത് ഫലമാണ് ഉണ്ടായതെന്ന് പല കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. റോമാലേഖനത്തിനകത്ത് 3-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, 1-2 വാക്യങ്ങൾ ഞാൻ വായിച്ച് വേഗത്തിൽ മുമ്പോട്ട് പോകാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. 3:20 പറയുന്നു, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ 25-ാമത്തെ വാക്യത്തിൽ, വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടത്. നമ്മുടെ കാണുവാൻ കഴിയുന്നു, എന്താണ് യേശു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് എന്ത് അനുഗ്രഹമാണ് ലോകത്തിലെ ജനത്തിനുണ്ടായത്. ഇവിടെ വായിക്കുമ്പോൾ കാണുന്നു, നീതീകരിക്കപ്പെട്ടു. നമ്മുടെ അറിയാത്ത കാലങ്ങളിൽ ചെയ്ത പാപങ്ങളിൽ നിന്നൊരു നീതീകരണം യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതോടുകൂടി നമുക്ക് ലഭിച്ചു. മാത്രമല്ല, അതെങ്ങനെ ലഭിക്കുന്നു? യേശു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആര് രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയുമോ, യേശു എൻ്റെ കർത്താവാണെന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് ലഭിക്കുന്നു? യേശു ക്രൂശിൽ ചെയ്ത നീതീകരണം എന്ന പ്രവൃത്തി, മനുഷ്യർക്ക് വേണ്ടി ചെയ്ത, നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്രൂശിൽ വഹിച്ച് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയുടെ ഒരു അനുഗ്രഹം ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ച നീതീകരണം എന്ന് പറഞ്ഞാൽ അതൊരു കോടതി വാക്കാണ്, ഒരു ജുഡീഷ്യറി വാക്കാണ്. അതായത് ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തിക്കും ഒരു മനുഷ്യൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ നീ കുറ്റം ചെയ്തിട്ടില്ല വെറുതെ വിടാൻ കഴിയത്തില്ല. അത് ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? അത് കോടതിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അത് നീതീകരണം എന്ന് പറയുന്നത് അതൊരു കോടതി വാക്കാണ്. നമുക്കറിയാം, ഒരു കുറ്റം ചെയ്ത വ്യക്തിയെ കോടതിയിൽ കൊണ്ടുവന്ന് വിസ്തരിച്ച് ജഡ്ജി, പ്രധാന ന്യായാധിപതി പറയുന്നു, ശിക്ഷ വിധിക്കുന്നു. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന ശിക്ഷ
ഇല്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ വെറുതെ വിടുന്നു. അങ്ങനെ ചെയ്യണമെങ്കിൽ അത് കോടതിക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും പാപം ചെയ്തവരാണ്. നമ്മളിലൊക്കെ പാപത്തിന്റെ സ്വഭാവങ്ങളുണ്ട്. നമ്മൾ ദൈവത്തെ അറിയാതിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചെയ്ത പാപങ്ങളെ ആർക്കാണ് അത് ശിക്ഷ വിധിക്കാനും അതിനെ വെറുതെ വിടാനും കഴിയത്തുള്ളൂ? അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്നയാൾ നീതിമാനാണ്, ഇന്നയാൾ അല്ലെങ്കിൽ ശിക്ഷയില്ല, ഇന്ന ശിക്ഷ, കുറച്ച് ശിക്ഷ, അങ്ങനെ പറയണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ യേശു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹം എന്താണ്? നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അറിയായ്മ കാലങ്ങളിൽ നമ്മൾ ചെയ്ത പാപങ്ങളെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കഴുകി ശുദ്ധീകരിച്ച് നിശ്ചയമായും നീതിമാന്മാരുടെ, വിശുദ്ധന്മാരുടെ, അത് നമ്മൾ ചെയ്ത പ്രവൃത്തി കൊണ്ടല്ല നീതിമാന്മാരായത്. കർത്താവ് പിതാവായ ദൈവം നമ്മളെ എന്താക്കി മാറ്റി? നീതിമാന്മാരാക്കി മാറ്റുന്നു. അപ്പോൾ ഒരു കാര്യം, ക്രൂശിതനായ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ആ ക്രൂശീകരണത്തിലൂടെ, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിലൂടെ നമുക്ക് ലഭിച്ച ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് നീതീകരണമാണ്. അത് നമുക്ക് മനസ്സിലാക്കണം. കാരണം എന്താണ്? നമ്മൾ പാപികളായിരുന്നു. എന്നാൽ യേശുവിനെ അറിയാത്ത വ്യക്തി ഇന്നും പാപിയാണ്. യേശുവിനെ അറിഞ്ഞ്, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച്, യേശുവിന്റെ വഴിയിൽ, വചനത്തിൽ, ദൈവവചനത്തിലൂടെ വിശുദ്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വചനം പറയുന്നു, അവൻ നീതിമാനാണ്, അവനിൽ ഒരു നീതീകരണം ഉണ്ടായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശു ക്രിസ്തുവിൽ നീതീകരണം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഇന്നും പാപത്തിന്റെ വഴികളിലൂടെയാണ് നടക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി വളരെ ശാന്തമായി താഴ്മയോട് ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടിയാണ് ക്രൂശിതനായത്. നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് അത് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ക്രൂശിതനായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് വിശ്വാസത്തോടെ ഏറ്റെടുക്കുമെങ്കിൽ രാത്രികാലം വചനം പറയുന്നു, നിങ്ങൾക്കും ഈ നീതീകരണം പ്രാപിക്കാൻ കഴിയും. നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുന്നതിന്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് വരെ ചെയ്തതായ പാപങ്ങളെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അത് പിതാവായ ദൈവം വിശുദ്ധീകരിച്ച് നീതീകരിക്കാൻ ഇടയായിത്തീരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ പാപത്തിന്റെ ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വ്യക്തിക്ക് മാത്രമേ വിടുതൽ തരാൻ കഴിയുള്ളൂ. അത് യേശു ക്രിസ്തുവിന് മാത്രമേ നൽകാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു താഴോട്ട് വായിക്കുമ്പോൾ, കർമ്മമാർഗത്താലോ ജീവിതത്തിന്റെ നന്മ പ്രവൃത്തി കൊണ്ട് മാത്രമൊന്നും യേശുവിൽ നീതീകരണം പ്രാപിക്കാൻ കഴിയുകയില്ല. നീതീകരണം പ്രാപിക്കണമെങ്കിൽ ക്രൂശിതനായ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി, എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഇനിയുള്ള നാളുകൾ യേശുവിനു വേണ്ടി ജീവിക്കാൻ തയ്യാറാകുന്ന, സമർപ്പിക്കുന്ന ഒരു പ്രിയപ്പെട്ടവർക്ക് മാത്രമേ ഈ നീതീകരണം പ്രാപിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് യാതൊരു ചെലവുമില്ല, നിങ്ങൾക്ക് ഒരു രൂപ മുടക്കണ്ട, നിങ്ങളുടെ ജീവിതത്തിന്റെ യാതൊന്നും നിങ്ങൾക്ക് അത് ചെലവാക്കണ്ട. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്യുക, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട്, യേശുവേ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് നീ ക്രൂശിക്കപ്പെട്ടതെന്ന് ഒറ്റ വാചകത്തിൽ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. ക്രൂശിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? പാപത്തിന്റെ ഫലമായ മരണത്തെയും ശാപത്തെയും എല്ലാം നീക്കുവാൻ യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിതനായ ക്രിസ്തു മുഖാന്തരം നമുക്ക് നീതീകരണം, ഏറ്റവും പ്രധാനം, നമ്മുടെ പാപങ്ങളെ യേശു തൻ്റെ രക്തത്താൽ നീതീകരിച്ചു, നമ്മെ നീതീകരിച്ചു എന്നുള്ളതാണ്. അതിനപ്പുറം എന്ത് അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ ഭൂമിയിൽ വേണ്ടത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് അവന്റെ പാപങ്ങളെ ക്ഷമിക്കുക എന്ന്. ഒരു മനുഷ്യനോ അതേ ഉന്നതരായ വ്യക്തികൾക്കോ നേതാക്കന്മാർക്കോ നമ്മുടെ പാപത്തെ ക്ഷമിക്കാൻ കഴിയത്തില്ല. അത് ക്ഷമിക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. ആ ദൈവത്തിന് വേണ്ടി പകരക്കാരനായി ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിൻ വിശ്വസിക്കുമ്പോൾ, ആ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ എന്ത് ചെയ്യും? നീതീകരിക്കപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു അനുഗ്രഹമുണ്ട്. നാം ദൈവത്തിന്റെ മക്കളായി മാറുകയാണ്. പിതാവായ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി നമ്മൾ തീരുക. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ക്രൂശിതനായി തീർന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, നമ്മെ അവന്റെ മക്കളാക്കി തീർക്കുവാൻ, സ്വർഗീയ പിതാവിന്റെ മക്കളുടെ ഗണത്തിലേക്ക് നമ്മയും ആക്കി തീർക്കുവാൻ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ,
നിങ്ങളായിരിക്കുന്ന ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ പുതിയൊരു അനുഭവമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ ഇതുപോലെയുള്ള സുവിശേഷം കേട്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ വേറൊരു വിശ്വാസത്തിലായിരിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് എന്നെ നീതീകരിക്കണമേ, അങ്ങയുടെ മക്കളാക്കി എന്നെ തീർക്കണമേ. അത് ഇന്ന് വൈകിയ സമയം ദൈവമക്കൾ, നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമുക്കും സന്തോഷിക്കാൻ അവസരമുണ്ട്. നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള നീതീകരണം യേശു ക്രൂശിൽ മരിച്ചത് മുഖാന്തരം ലഭിച്ചതിനായിട്ട് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ഹല്ലേലൂയ. മറ്റു ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. റോമാലേഖനത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ, റോമാലേഖനം, ഗലാത്യ ലേഖനം, എഫേസ് ലേഖനം, കൊലോസ് ലേഖനത്തിലെയൊക്കെ വാക്യങ്ങൾ, ഗലാത്യർ 2:19, ഗലാത്യർ 3:1, എഫേസ്യർ 2:1 മുതലുള്ള വാക്യങ്ങൾ, കൊലോസ് ലേഖനം 2:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലൊക്കെ ക്രൂശിൽ യേശു മരിച്ചത് മുഖാന്തരം ഈ ലോകത്തിനുണ്ടായ അനേക അനുഗ്രഹങ്ങൾ അവിടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഒരു ഭാഗം കൂടെ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ ആരായിരുന്നു? ആർക്കു വേണ്ടിയാണ് ക്രിസ്തു മരിക്കുന്നത്? അതുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. ആർക്കു വേണ്ടിയാ? ഒരു നീതിമാന് വേണ്ടിയാണോ യേശു മരിച്ചത്? അല്ലെങ്കിൽ യേശു ക്രിസ്തു മരിക്കാൻ അത് നല്ലവർക്ക് വേണ്ടിയാണോ മരിച്ചത്? അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ മരണം കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. എന്നാൽ അതിൻ്റെ ആൻസർ പറഞ്ഞത് റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. യേശു ആർക്കു വേണ്ടിയാണ് മരിച്ചത്? നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു? നമ്മൾ ബലഹീനരായിരുന്നു. യേശു മരിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള സകല ജനവും ആരായിരുന്നു? അവർ ബലഹീനരെന്ന് പറഞ്ഞാൽ വീക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ വീക്കായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കലി വീക്കല്ല. ദൈവത്തോട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ കഴിയാതെ സ്പിരിച്വലി വീക്കായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് വേണ്ടി യേശു മരിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ബലഹീനരാണ്. യേശുവിനെ അറിയാത്രത്തോളം കാലം നിങ്ങൾ ബലഹീനരാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ബലഹീനതയെ യേശു തൻ്റെ ശക്തിയാൽ മാറ്റി, ഈ വചനത്താൽ മാറ്റി നിങ്ങളെ ബലമുള്ളവരാക്കി തീർക്കും. അടുത്തത്, നമ്മൾ അഭക്തരായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ഭക്തിയുടെ പല വേഷങ്ങളുണ്ട്. നമ്മൾ ദൈവങ്ങൾ എന്ന് പറയുന്നതിനെ പ്രസാദിപ്പിക്കാൻ പല ഭക്തിയുടെ മാർഗങ്ങൾ, മതങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ യേശു ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. യേശു മരിച്ചത് അഭക്തരായ നമുക്ക് വേണ്ടിയാണ്. പിന്നെ എന്താണ് യേശു ആഗ്രഹിക്കുന്നത്? യേശുവിൽ ഒന്ന് വിശ്വസിക്കുക. കർത്താവ്, ഞാനൊരു അഭക്തനാണ്, എൻ്റെ പ്രവൃത്തികളൊന്നും എൻ്റെ ജീവിതത്തിന് ഗുണമല്ല എന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ യേശു സന്തോഷിക്കുന്നു. യേശു നമ്മളെ ബലപ്പെടും. നമ്മളെ ഭക്തരുടെ, അല്ലെങ്കിൽ അതാണ് മുമ്പേ പറഞ്ഞത്, നീതിമാന്മാരുടെ, വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് നമ്മെ കൈപിടിക്കുവാൻ ഇടയായിത്തീരും. അടുത്തത് 7-ാമത്തെ വാക്യം, നീതിമാന്മാർക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി ഒരുപക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. അടുത്ത വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. നമ്മൾ ആരായിരുന്നു? യേശു ക്രൂശിതനായി തീർന്നത് ആർക്കു വേണ്ടിയാണ്? നാം ആരായിരുന്നപ്പോഴാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. നമ്മൾ നീതിമാന്മാരല്ലായിരുന്നു, നമ്മൾ പരമാർത്ഥികളല്ലായിരുന്നു, ഗുണവാന്മാരല്ല, നല്ലവരല്ലായിരുന്നു. പക്ഷെ നമുക്ക് വേണ്ടി യേശു മരിച്ചു, ക്രൂശിതനായി മാറി. അവിടെ അതാണ് പൗലോസ് പറയുന്നത്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചതുകൊണ്ട് ദൈവം, സ്വർഗസ്ഥനായ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ ഒരിക്കലും അത് തിരസ്കരിക്കാൻ കഴിയത്തില്ല. ബുദ്ധിമാന്മാരായ വ്യക്തികൾ വിളിച്ചു പറയുന്നു, യേശു എന്നൊരു വ്യക്തി ഉണ്ടായിട്ടില്ല, യേശു മരിച്ചിട്ടില്ല. പക്ഷേ ചരിത്രകാരനായ യോസീഫസ് പോലെയുള്ള ചരിത്രകാരന്മാർ യേശു എന്നൊരു പുരുഷൻ ജീവിച്ചിരുന്നുവെന്നും ആ പുരുഷന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കേട്ട അനേക ശിക്ഷകണങ്ങളും അനേക അനുയായികളും യേശുവിനുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരൊക്കെ ചരിത്രത്തെ നിഷേധിച്ചാലും സത്യം എപ്പോഴും സത്യമാണ്. യേശു ക്രിസ്തു പാപികളായിരുന്ന നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഒരിക്കലും മാറാത്ത സത്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനം തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാനൊരു പാപിയായിരുന്നു,
പാപിയാണ്, എനിക്ക് വേണ്ടിയാണ് യേശു മരിച്ചതെന്ന ബോധ്യമുണ്ടാകുമ്പോൾ ഓർക്കുക, അവസാനത്തുള്ളി രക്തം വരെയും ആ ശരീരം മുഴുവൻ അടിച്ച് ചാട്ടവാർ കൊണ്ട് കീറപ്പെട്ടത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനാണ് എന്ന് ഓർക്കുവാൻ ഇടയായിത്തീരണം. 8-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ നിരപ്പ് വന്നു. നമ്മൾ ആരായിരുന്നു? 1, നമ്മൾ ബലഹീനരായിരുന്നു. 2, നമ്മൾ അഫക്തരായിരുന്നു. 3, നമ്മൾ ശത്രുക്കളായിരുന്നു. 4-ാമത്തെ കാര്യം ഇവിടെ പറയുന്നു, നമ്മൾ പാപികളായിരുന്നു, ശത്രുക്കളായിരുന്നു. ഇങ്ങനെ ശത്രുക്കളായിരുന്നു. ആർക്ക് ശത്രുവായിരുന്നു? ദൈവത്തോട് നമുക്ക് ശത്രുത്വം ഉണ്ടായിരുന്നു. കാരണം എന്താ? നമ്മുടെ പ്രവർത്തികളെല്ലാം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, ദൈവത്തെ കോപിപ്പിക്കുന്ന പ്രവർത്തികളായിരുന്നു. പക്ഷേ നമ്മൾ കോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലും യേശുവിനെ നമുക്ക് വേണ്ടി ക്രൂശിൽ തകർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എന്തിനു വേണ്ടിയാണ് യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്ന്? അവിടെ പറയുന്നു, ദൈവത്തോടുള്ള നമ്മുടെ ശത്രുത്വം മാറ്റി ദൈവവുമായി നമുക്കൊരു നിരപ്പ് വരാൻ. നമുക്കറിയാം, പിണങ്ങിയിരിക്കുന്ന തമ്മിൽ ശത്രുക്കളായിരിക്കുന്നവർ തമ്മിൽ ഒരു നിരപ്പുണ്ടാകണമെങ്കിൽ ഒരു ക്രിയ നടക്കണം, അതിനെന്തെങ്കിലും ഒരു പ്രവൃത്തി നടക്കണം. നമ്മളും ദൈവവും തമ്മിൽ നിരപ്പില്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മളും ദൈവവും തമ്മിൽ ഒരു ശത്രുവായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് ശത്രുവായത്? നമ്മുടെ പ്രവൃത്തികളാൽ, പാപത്താൽ. എന്നാൽ ആ പാപത്തെ നീക്കുവാൻ യേശു എന്ത് ചെയ്തു? ക്രൂശിതനായി മാറി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നും ആ നിരപ്പ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രാപിച്ചേ മതിയാകുള്ളൂ. നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ, യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായ ഒരു കാര്യം എന്തെന്നറിയാമോ? ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, ഞാൻ ശുശ്രൂഷ സ്വീകരിക്കാനല്ല, ഞാൻ ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മറുവിലയായി തീരുവാനും അത്രേ വന്നു. അപ്പോൾ യേശു ക്രിസ്തു അവിചാരിതമായി ഈ ഭൂമിയിലേക്ക് വന്നതല്ല. യേശു ക്രിസ്തുവിന് ഒരു ദൗത്യമുണ്ടായിരുന്നു. എന്താണ്? ക്രൂശിക്കപ്പെടുക. ഈ ലോകത്തിന്റെ സകല മാനവരാശിക്കും വേണ്ടി ക്രൂശിക്കപ്പെടുക എന്നുള്ളത് യേശുവിൻ്റെ ഒരു ദൗത്യമായിരുന്നു. അത് പൂർത്തീകരിച്ചു. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഈ ഭൂമിയിൽ നിന്ന് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് കടന്നുപോയി. ഇങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിനും നീതീകരണത്തിനും നിങ്ങളെ യേശു ദൈവത്തോട് നിരപ്പിക്കുവാൻ നിങ്ങൾ അതിന് യാതൊരു പ്രവൃത്തിയും കർമ്മവും ചെയ്യണ്ട. വിശ്വസിക്കുക. വിശ്വാസത്താൽ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കാൻ കഴിയും. യേശു ക്രിസ്തു ക്രൂശിലൂടെ നിങ്ങൾക്കും എനിക്കും വേണ്ടി എന്തൊക്കെ അനുഗ്രഹങ്ങൾ നൽകിത്തരാൻ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കാൻ കഴിയും. എന്ത് ചെയ്യണം? നിങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടതെന്നും ഇന്നും ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ, എൻ്റെ കർത്താവായി സ്വീകരിച്ചാൽ എനിക്ക് ഈ നന്മകളൊക്കെ പ്രാപിക്കാൻ കഴിയുമെന്നുള്ള ആ വലിയൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരിക്കാനിടയായിത്തീരട്ടെ. ഞാൻ ഒരു നിമിഷം ഈ വചനം കേട്ട് ഇനിയും കേൾക്കാനിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ, പ്രയാസപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒറ്റ കാര്യം, നിങ്ങൾ ഈ വചനം കേട്ട് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ മറ്റൊരു കർമ്മമോ അല്ലെങ്കിൽ യാതൊരു വിധമായ പ്രവൃത്തികളോ നിങ്ങൾ ചെയ്യേണ്ടതില്ല. വിശ്വാസത്താൽ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും, നീതീകരണം പ്രാപിക്കാൻ കഴിയും, വീണ്ടെടുപ്പ് പ്രാപിക്കാൻ കഴിയും, വിശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയും. ഇന്നലെ വരെ നിങ്ങൾ ആരായിരുന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. പക്ഷേ ഇന്ന് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുന്നെങ്കിൽ നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ കർത്താവേ, അനുഗ്രഹീതമായി നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. അല്പനിമിഷം ദൈവവചനത്തിലൂടെ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികളെ, ഏറ്റവും പ്രാധാന്യമുള്ള ക്രൂശിക്കപ്പെടുന്ന അനുഭവങ്ങളെ കേൾക്കുവാനും വചനത്തിലൂടെ അങ്ങ് ആരായിരുന്നു എന്നും എന്തിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതെന്നും ആ മരണത്തിലൂടെ, ക്രൂശിക്കപ്പെടലിലൂടെ ഞങ്ങൾക്ക് എന്ത് അനുഗ്രഹം ലഭിച്ചു എന്നും അതേ ധ്യാനിപ്പാനും ചിന്തിപ്പാനും കർത്താവ് കൃപ തന്നതുകൊണ്ട് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ അനുഭവം പ്രാപിക്കാതെ പാപത്തിൻ്റെ അനുഭവത്തിൽ നിരാശയിലും പ്രത്യാശയില്ലാത്തവരായി തകർന്ന മനസ്സോടെ
ഒരു പ്രതീക്ഷയുമില്ലാതെ മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ വചനം കേട്ട് അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകുവാൻ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കും. കർത്താവെ, പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ ഈ മാസം നടക്കുന്ന എല്ലാ വചന ശുശ്രൂഷകളും അനേകർക്ക് വിടുതലാക്കി തീർക്കണം. ചിലരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ ഇടയാകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ്.